പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്കാണ് അഭിനയുണ്ട്. വിവരങ്ങളുമായി അഭിന, കഞ്ഞികുടി മുട്ടുവോ? കാളിദാസ്, അതൊരു സംശയമാണ്. ഏതായാലും അർദ്ധരാത്രിയിലുള്ളൊരു കേന്ദ്ര സർക്കാരിൻ്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണോ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായും അപ്പോൾ ഈ അർദ്ധരാത്രിയിലുള്ള ഈ ഒരു പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ ഡീസലിനും പെട്രോളിനും അതുപോലെ തന്നെ ഈ പാചകവാതക വിലവർധനമൊക്കെ വലിയ രീതിയിൽ സാധാരണക്കാരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ പ്രതികരണങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ഈ ജനങ്ങളെല്ലാം പറയുന്നത് രൂക്ഷമായ രീതിയിൽ തന്നെയാണ്. കാരണം പെട്ടെന്നൊരു ദിവസം ഇത്തരത്തിൽ വിലവർധന അത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരം വരുന്നൊരു ചായക്കടി ഉണ്ട്, അപ്പോൾ അവിടുത്തെ ചേട്ടനും ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ പെട്ടെന്നൊരു ദിവസം വിലവർധന എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ചേട്ടാ, എന്താണ് അവസ്ഥ? വിലവർധനയിൽ എന്താണ് പറയാനുള്ളത്? വിലവർധന പറയുന്നത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുള്ളൊരു പേടിയിലാണ്. സാധാരണ അങ്ങനെയാണ് ഉണ്ടാവാറ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് ഫണ്ട് കണ്ടെത്താൻ ഭരണകൂടം ചെയ്യുന്നൊരു തന്ത്രമാണ്. കോർപ്പറേറ്റുകൾക്ക് ഈ ഫണ്ട് എത്തും, അങ്ങനെ ആ ഫണ്ട് നാഗപ്പൂരിലെത്തും, നാഗപ്പൂരിൽ നിന്ന് BJP ഓഫീസിലേക്ക് എത്തും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സാധാരണ ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ 50, ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല. മറ്റേ എന്താ പറയുക, വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഗ്യാസ് അത് കൂടുന്നു കുറയുന്നു, കൂടുന്നു കുറയുന്നു. ഇപ്പോൾ 2000 രൂപ അടുത്തായി. കച്ചവടം ചെയ്യുന്നതൊക്കെ ഭയങ്കര മോശമാണ്. ഇപ്പോൾ പിടിക്കില്ല. ഗ്യാസിന് വില കൂടുമ്പോൾ നമുക്ക് ചായക്ക് വില കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു ലെവലിൽ ഇങ്ങനെ പോവുകയാണ്. സാധാരണക്കാരൻ എന്നും താഴോട്ട് തന്നെ. അത് ചിന്തിക്കുന്നില്ല ഈ ഗവൺമെൻറ് എന്നുള്ളത്. കാളിദാസ്, അത് തന്നെയാണ് പറയുന്നത്. അതായത് ഈ ഗ്യാസിന് വില കൂട്ടുന്നു, പക്ഷെ ചായക്ക് വില കൂട്ടിയാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് ആളുകൾ കൂടി. ചേട്ടാ ഒരു മിനിറ്റ്. ചേട്ടാ, പെട്രോളിനും ഡീസലിനൊക്കെ വില കൂട്ടിയിരിക്കുന്നു, എന്താണ് ഈ പറയാനുള്ളത്? സാധാരണക്കാര ആൾക്കാരെ വെച്ചിട്ട് ഭയങ്കര പ്രയാസമാണ് പെട്രോളിനും ഡീസലിനും വില കൂട്ടി വെച്ചിട്ട്. വീട്ടില് ചേച്ചി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയോ? ആകെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. വീട്ടിലെന്താ പറയുന്നത്? ഗ്യാസിന് വില കൂടിയതിനെ കൊണ്ടാകും പ്രശ്നം തന്നെ. തീ തിന്നാന്നാ പറയാ. തീർച്ചയായും സാധാരണക്കാരുടെ ഉള്ളിലും അതുപോലെ തന്നെ വീട്ടിലും അധികം വലിയ രീതിയിലൊരു തീ കത്തൽ തന്നെയാണെന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ ചേട്ടാ ഒന്നും കൂടെ വരൂ. ചേട്ടാ, ഈ പറയുന്നത് ഇത് കേന്ദ്രത്തിന്റെ ഒരു തന്ത്രമാണ് എന്നുള്ളതാണ്, ആണോ ഈ വില കൂട്ടൽ? അതൊരിക്കലായിരിക്കില്ലല്ലോ. കേന്ദ്രത്തിന്റെ തന്ത്രമാവാൻ വഴിയില്ലല്ലോ. അത് ഓരോ ജില്ലയിലുള്ള കാര്യങ്ങളിലും നോക്കിയ സമയത്ത് അതിന്റെ വില വ്യത്യാസങ്ങൾ നോക്കിയിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇന്ന് രാവിലെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് പഠിച്ചിട്ടുമില്ല, എന്താ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല, എങ്ങനെ വന്നതെന്നല്ല. കേരളത്തിന്റെ നികുതി കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ അത് ഡീറ്റെയിൽസ് പഠിച്ച് തരേണ്ട ഒരു ചുമതല വഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായ ധാരണയായിട്ടില്ല. ഇന്ന് രാവിലെ പേപ്പറിൽ വന്നതേ ഉള്ളൂ. ആ ഡീറ്റെയിൽസ് പഠിച്ചിട്ടില്ല, നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അല്ല, പെട്ടെന്നൊരു ദിവസം ഇതുപോലെ പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനൊക്കെ 50 രൂപ വെച്ച് കൂട്ടാന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കില്ലേ? സാധാരണക്കാരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിന്റെ നികുതി കൂട്ടിക്കുന്നുള്ള അറിയണം. എങ്കിലും നമുക്കത് തുറന്നു പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇപ്പം വില ഒരാൾ പറഞ്ഞു പേപ്പറിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ള അറിയണം. നമ്മൾ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്നുള്ള ആദ്യം പഠിച്ചിട്ടല്ലേ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. കേന്ദ്രത്തിന് തന്ത്രമാവാൻ വഴിയില്ല. നോക്കാം നമുക്ക് എന്താന്നുള്ളത് കണ്ടറിഞ്ഞിരിക്കുന്നതാണ്. തീർച്ചയായും നോക്കാം, നമുക്ക് കാണാം എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ഇതിന്റെ വില കൂടുക എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ളത്. ഇവിടെ കുറച്ച് ചേച്ചിമാരെല്ലാം രാവിലെ തന്നെ ഈ കർമ്മസേനാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് ഇനി എന്താണ് ഈ ഒരു വിലവർധനയിൽ പറയാനുള്ളത് എന്നാണ് അറിയാനുള്ളത്. ചേച്ചി ഒരു മിനിറ്റ്. ഇപ്പൊ പാചകവാതക വില കൂടിയിട്ടുണ്ട്, എന്താ പറയാനുള്ളത്? എന്താ പറയാനാ, കൊണ്ടേ അടിച്ചേരട്ടെ. ഓക്കെ, ചേച്ചിക്ക് വേറെ ആരോടാ? ഓക്കെ, ചേച്ചിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല, ചേച്ചി തിരക്കില്ലാന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് കാളിദാസ് പ്രധാനമായിട്ടും പറയുന്നത്. ഒരു കേന്ദ്രത്തിന്റെ തന്ത്രമാണ് എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകളെ വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു വില കൂട്ടുന്നത് സാധാരണക്കാരുടെ ഉള്ളിലൊരു തീ കത്തലാണ്. അതൊരു ഗ്യാസ് കത്തിക്കുന്നതിനേക്കാൾ വലിയൊരു കത്തൽ തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഒരു തന്ത്രമായിരിക്കാം ഒരു പക്ഷേ ഇത് എന്നുള്ളൊരു ആരോപണവും നിലനിൽക്കുന്നുണ്ട് കാളിദാസ്.